പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദിയുടെയും ബി.ജെ.പിയുടെയും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 10ഓളം സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചാരണം ലക്ഷ്യമിട്ട് ഒരുക്കുന്ന ഈ സിനിമകൾ ഇസ്ലാമോഫോബിയ വളർത്താനും സഹായിക്കുമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത്. ഇടത് ലിബറൽ ആശയങ്ങൾക്കെതിരെയും ഈ സിനിമകളിലൂടെ പ്രചാരണം നടത്താനാണ് നീക്കം. ഗോദ്ര ട്രെയിൻ തീപിടുത്തവും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും പ്രമേയമായി 2 സിനിമകളാണ് ഒരുങ്ങുന്നത്. ആക്സിഡൻറ്റ് ഓർ കോൺസ്പിറസി ഗോദ്ര, ദി സബർമതി എന്നീ സിനിമകളാണത്. 59 ഹിന്ദു തീർത്ഥാടകരുടെ മരണത്തിനിടയാക്കിയ ഗോദ്ര ട്രെയിൻ തീപിടുത്തത്തിന് പിന്നിലെ യഥാർത്ഥ കഥകൾ പുറത്തു കൊണ്ടുവരുന്നുവെന്നാണ് ഈ സിനിമ എടുക്കുന്നവരുടെ അവകാശവാദം. ആഖിർ പലായൻ കബ് തക് എന്ന മറ്റൊരു സിനിമ ഹിന്ദു പലായനത്തിൻ്റെ കഥയാണ് പറയുന്നത്. റസാക്കർ എന്ന പേരിലൊരുങ്ങുന്ന സിനിമ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു മുമ്പും ശേഷവും ഹൈദരാബാദിലെ അർദ്ധ സൈനിക വിഭാഗമായ റസാക്കർമാർ നടത്തിയ ഹിന്ദു വംശഹത്യയുടെ കഥയാണ് പറയുന്നത്. ബി.ജെ.പി. നേതാവാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. വീർ സവർക്കറിനെ കുറിച്ചുള്ള സിനിമയും ഇക്കൂട്ടത്തിലുണ്ട്. സമീപകാലത്തിറങ്ങിയ ദി കശ്മീരി ഫയൽസ്, കേരള സ്റ്റോറി എന്നീ സിനിമകൾ മുസ്ലിങ്ങൾക്കെതിരായ ഹിന്ദുത്വവാദികളുടെ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കുന്നതായിരുന്നു. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ 370 എന്ന സിനിമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രശംസിച്ചിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതേ പ്രവണത ഉണ്ടായിരുന്നു. ബി.ജെ.പിയുടെ ആശയപ്രചാരണത്തിനാണ് ഇത്തരം സിനിമകൾ പുറത്തിറങ്ങുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുമെന്ന തരത്തിൽ ഭീതി ജനിപ്പിക്കുന്നതിലും ഇത്തരം സിനിമകൾ പങ്കുവഹിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ഇല്ലായിരുന്നുവെങ്കിൽ 30 വർഷം മുമ്പെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നുവെന്നാണ് സവർക്കർ സിനിമ പറഞ്ഞു വെക്കുന്നത്.